ഇന്ന് നമുക്കൊരു പിക്സൽ ആർട്ട് ആയാലോ? കുറേ ആയി ചെയ്യണം വിചാരിക്കുന്നത്. പിക്സൽ ആർട്ട് ഇങ്ങനെ കാണുമ്പോഴൊക്കെ വിചാരിക്കും ഒന്ന് വരച്ച് നോക്കിയാലോ എന്ന്. പിന്നെ നമ്മളടുത്ത് ക്രിയേറ്റിൻ്റെ ബുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് ഇങ്ങനെ വിചാരിക്കും ഇനിയിപ്പോൾ കള്ളിയൊക്കെ വരച്ച് ഉണ്ടാക്കി എന്നിട്ട് വേണ്ട വരയ്ക്കാനെന്നൊക്കെ. അങ്ങനെ ആലോചിച്ച് മടിച്ച് ഇങ്ങനെ ഇരുന്നതാണ്. അപ്പം ഇന്ന് ഭയങ്കര തോര ചെയ്ത് നോക്കാൻ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ച്. അപ്പം അതിനാദ്യം എന്ത് ചെയ്ത് ജസ്റ്റ് ഗ്രിഡ് വരച്ചെടുത്ത് 0.5 സെൻറ്റിമീറ്ററിൻ്റെ ഇതിലിങ്ങനെ വെച്ചിട്ട് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോ കള്ളികൾ ഇങ്ങനെ വരച്ചെടുത്ത് അത് വരച്ചുണ്ടാക്കാനാണ് 8 മണി. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പരിപാടി ഭയങ്കര സുഖം. പിന്നെ നമ്മളെന്താ ചെയ്യുക, നമുക്ക് അങ്ങനെ ഒരു റെഫറൻസ് എടുത്തിട്ട് ഞാനിപ്പോൾ പിൻട്രസ്റ്റ് നോക്കിയിട്ടാണ് റെഫറൻസ് എടുത്തത്. പക്ഷേ പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ റെഫറൻസ് എടുക്കുമ്പം മൂഞ്ചിക്കണിൻ്റെ റെഫറൻസ് കുറച്ചൊരു പിക്സലായിട്ട് അധികം എഫക്റ്റ് തോന്നിക്കാത്തൊരു റെഫറൻസ് ഇനി വരച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ കുറച്ചുകൂടി എഫക്റ്റ് തോന്നിക്കുന്ന ടൈപ്പ് റെഫറൻസ് എടുത്താൽ കുറച്ചുകൂടി വൃത്തിയിൽ നല്ല രസത്തിൽ കിട്ടും. പിന്നെ നമ്മളെന്താ ചെയ്യുക, ആ റെഫറൻസ് നോക്കിയിട്ട് ഏതൊക്കെ കളർ വരുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ആ കളർ വെച്ചിട്ട് ഡോട്ട് ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് കളർ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ വേറെ എന്തെങ്കിലും പെൻസിലും പെന്നും വെച്ചിട്ട് ജസ്റ്റ് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. അതിനിപ്പോൾ എന്ത് കളറാണ് നോക്കണം. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ ഡോട്ട് ഇടുന്നത് കറക്റ്റ് ഏത് കളറാണോ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അങ്ങനെ കളർ ചേഞ്ച് ആക്കി ഡോട്ട് എടുത്താൽ മതി. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് കഴിയും. പിന്നെ ഭയങ്കര സുഖമാണ്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലൊക്കെ ബോറടി മാറ്റാനായാലും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ആ വാർഡ് നിറച്ചും പിക്സൽ ആട്ടുകൊണ്ടിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് തന്നെ കുറച്ചൊരു മൂഞ്ചി പോയിക്കണം. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, അടുത്ത് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട്. സാധനം ഇഷ്ടമായാൽ കൂടെ കൂട്ടാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.